ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8 മാത്സ് സ്റ്റേറ്റ് സിലബസ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. അതിലെ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതായത് എ ബി സി ഡി ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിന് പാരലലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ എന്തുകൊണ്ട്, അതായത് ഇതൊരു പാരലലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യണം. അതിൽ ഒരു സൈഡ് എ ബി എന്ന് പറയുന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സി ഡി എന്ന് പറയുന്ന സൈഡ് നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ സി ഡി ബി നമുക്ക് 35 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ എ ബി ഡി നമുക്ക് 35 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പാരലലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, അതായത് ഈ സൈഡും പാരലൽ ആവണം, ഈ സൈഡ് പാരലൽ ആവണം അല്ലേ. അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഇതൊക്കെയാണ് പാരലലോഗ്രാമിൻ്റെ കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഈ സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അതുപോലെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ടും ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. കാരണം ഇവിടെ 4 സെൻറ്റിമീറ്റർ എ ബി 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, സി ഡിയും 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓൾറെഡി ഈക്വൽ ആണെന്ന് എഴുതാം. അതുപോലെ ഇതിന് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ സൈഡുകളായിട്ട് വരുന്ന ഈ എ ഡിയും ബി സിയും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ. അപ്പം അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കിതൊരു പാരലലോഗ്രാം ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് ആദ്യം ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഏതൊക്കെ റൂളുകളാണ് നമ്മൾ SSS അല്ലെങ്കിൽ SAS അല്ലെങ്കിൽ ASA, ഇതിലേതെങ്കിലുമൊക്കെ വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്ന് പറയണം അല്ലേ. അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ BD എന്ന് പറയുന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്, ABD ആൻഡ് ട്രയാങ്കിൾ. ഒന്ന് ABD എന്ന് പറയുന്നത് മുകളിലത്തെ, ഇനി ഈ ട്രയാങ്കിൾ BDC. ഈ രണ്ട് ട്രയാങ്കിളുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഈ സൈഡുകൾ നോക്കൂ, ABയും അതുപോലെ തന്നെ CD ഈക്വൽ അല്ലേ. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം എഴുതാം. AB = CD എന്താണ്, ഗിവൺ അല്ലേ, തന്നിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമുക്ക് എന്തെഴുതാം, BD നോക്കൂ. ഈ BD എന്ന് പറയുന്ന ഈ റെഡ് ലൈൻ ഇല്ലേ, അതിൻ്റെ ഡയഗണൽ ഈ ഫിഗറിൻ്റെ ഡയഗണലാണ് അല്ലേ, ക്വാഡ്രിലാറ്ററിൻ്റെ ഡയഗണലാണ്. അപ്പോൾ അത് നമുക്ക് BD എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനും കോമൺ അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, BD ഗിവൺ ഈ BD കോമൺ ആണല്ലേ. BD = BD എന്താണ്, കോമൺ സൈഡ്. ഇനി നോക്കിയേക്കേ, ഈ രണ്ട് സൈഡുകൾ അല്ലേ, ഇതും ഇതല്ലേ നമ്മളിപ്പോൾ പറയുന്നത്. അതുപോലെ ഇതും പറഞ്ഞു, ഈ സൈഡും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും പറഞ്ഞു, ഈ രണ്ട് സൈഡുകൾ പറഞ്ഞല്ലേ. അതായത് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ സൈഡും അതുപോലെ ഈ റെഡ് ലൈനും, അതുപോലെ ഈ 4 സെൻറ്റിമീറ്ററും ഈ റെഡ് ലൈനും. അപ്പോൾ നോക്കിക്കേ, ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതും ഈ BD എന്ന് പറയുന്നതിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിൾ അല്ലേ ഈ 35. അപ്പോൾ നമുക്ക് അത് എഴുതി കൂടെ, അതായത് ആംഗിൾ ABD = ആംഗിൾ, ഇവിടെ നോക്കിയേ, ഈ 4 സെൻറ്റിമീറ്ററിൻ്റെയും പിന്നെ ഈ BDയുടെയും ഇടയിൽ കിടക്കുന്നതല്ലേ 35. അതായത് ഈ രണ്ട് സൈഡുകൾ അത് ഈക്വലാന്ന് നമ്മൾ എഴുതി ഇവിടെ. അതുപോലെ ഈ രണ്ട് സൈഡുകൾ ഈക്വലാണെന്ന് എഴുതി. അപ്പോൾ ഈ രണ്ട് സൈഡുകൾ ഈക്വലാണെന്ന് എഴുതി. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിളാണ് 35. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ ABD = ആംഗിൾ CDB. ഓക്കെ, നമ്മൾ ഇത് രണ്ടും ഇത് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഈ സൈഡും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. ഇത് ഈക്വലാണെന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ ഇവിടെ നമ്മൾ ഈ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഇടയിൽ കിടക്കുന്ന ആംഗിൾ അല്ലേ ഇത്.
അപ്പോൾ ഈ സൈഡിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിളാണ് ഈ 35. അപ്പോൾ നമ്മളതെന്ത് ചെയ്തു? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടിയില്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു വിച്ച് റൂൾ? അക്കോർഡിംഗ് ടു ഏത് റൂളാണ്? SAS അല്ലേ? രണ്ട് സൈഡ് അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ. ഇവിടെ ഇതാ രണ്ട് സൈഡ് ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ അക്കോർഡിംഗ് ടു SAS റൂൾ എന്താണ്? ട്രയാങ്കിൾ ABD ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ CDB. ഓക്കെ, ABD അതുപോലെ CDB ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ് ഈക്വലായി. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം? ഇനി നോക്കിയേ നമ്മളോട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡല്ലേ AD. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആകുമ്പോൾ ഈ ആംഗിളുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതി അല്ലേ? അപ്പോൾ ഈ 35ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് AD. അതുപോലെ ഈ 35ന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് BC. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് എഴുതാം അല്ലേ? എന്താ എഴുതാം? സൈഡ് AD ഇസ് ഈക്വൽ ടു എന്താണ്? BC. റീസൺ എന്താ? AD ഇസ് ഈക്വൽ ടു BC കാരണം സൈഡ്സ് ഓപ്പോസിറ്റ് ടു the same angles of equal triangles. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദ സെയിം ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് പാരലൽ ആണോ എന്ന് അറിയണം അല്ലേ? ഈ രണ്ട് ലൈൻ പാരലൽ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനല്ലേ ഇത്? ഞാനിതിവിടെ വരയ്ക്കാം. അതായത് ഇതാണ് നമ്മുടെ AD, ഇതാണ് നമ്മുടെ BC, ഇതാണ് AD. ഓക്കെ, അതിനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ലൈൻ, മറ്റേ ലൈൻ കട്ട് ചെയ്ത് പോകുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ. ഇതാ ഈ BD എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത് ഈ ആംഗിൾ എന്താ? ഈ ആംഗിൾ ദിസ് വൺ. അതുപോലെ ഈ ആംഗിൾ ഈ സൈഡിലുള്ള ഈ ആംഗിൾ D. അതായത് ഇതിനിപ്പോൾ B എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ആംഗിളുകൾ എന്ത് ചെയ്ത് കിട്ടും? ഈക്വൽ ആണെന്ന് കിട്ടും. ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈ സൈഡുകൾ നമ്മൾ ഈക്വൽ ആണെന്ന് ഇപ്പോൾ പറഞ്ഞു. ADയും BC ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി അതിനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്കറിയാം ഈ 35ന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണിത്. ഈ 35ന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണിത്. ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ആംഗിളുകളിൽ ഈ രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും അല്ലേ? സോ BC പാരലൽ ടു എന്താണ്? BC പാരലൽ ടു AD. കാരണം എന്താ? BC പാരലൽ ടു AD. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈ പേരെഴുതാൻ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇത് ഫിഗറിൽ തന്നെ നമുക്ക് കിട്ടും ഈ ആംഗിൾസ്. അതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് എഴുതാം ADB. ഏതൊക്കെയാണ്? ADBയും ഏതൊക്കെയാണ്? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADB ഈക്വൽ. അതുപോലെ ഇതല്ല ഓൾട്ടർനേറ്റ് വരുന്നത്, അതായത് CBD. CBD എന്ന് പറയുന്ന ആംഗിളും ADB എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലലും ആണ്, അതുപോലെ ഈക്വലും ആണ്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് പാരലലാണ് ഈക്വൽ ആണെന്ന് കിട്ടി, ഇതും പാരലലാണ് ഈക്വൽ ആണെന്ന് കിട്ടി. ഹെൻസ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
quadrilateral ABCD is a parallelogram. ഓക്കെ, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്മളത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഹലോ ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസിലെ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ABCD എന്ന് പറയുന്നൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ABയുടെ മിഡ് പോയിൻ്റ് ആയിട്ട് എമ്മിനെ തന്നിട്ടുണ്ട്. പിന്നെ DCയും ABയും പാരലലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ A 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ B 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫിഗറിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ആർ ക്വാഡ്രിലാറ്ററൽ AMCD ആൻഡ് MBCD പാരലലോഗ്രാം വൈ. അതായത് ഇതിൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2 പാരലലോഗ്രാം കാണാൻ ഒരു ക്വാഡ്രിലാറ്ററലായിട്ട് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? നോക്കിയേ, നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? AMCD. നോക്കിയേ, AM അതുപോലെ CD അല്ലേ? AMCD എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററൽ, ഈ പച്ച ഞാൻ കളർ കൊടുത്തിട്ടില്ലേ, ഇതൊരു പാരലലോഗ്രാം ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ തന്നിട്ടുണ്ട്, MBCD. അതായത് MBCD അതായത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് പാരലലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഇൻ AMD, ട്രയാങ്കിൾ AMD, ട്രയാങ്കിൾ MBC, ട്രയാങ്കിൾ DCM. അതായത് ഇതിൽ 3 ട്രയാങ്കിൾ 1, 2, 3 അല്ലേ? 3 ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ഈ ട്രയാങ്കിളിൻ്റെ ഒക്കെ ഉള്ളിലത്തെ ആംഗിൾസ് ഇവിടെ ഒരു 40 തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 60 ഉണ്ട്. ബാക്കി ഈ കോർണറിൽ അതുപോലെ ഈ കോർണേഴ്സിൻ്റെയൊക്കെ ആംഗിൾസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് ഈ 2 പച്ച ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് കാണാമല്ലേ, AMCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന MBCD അതൊരു പാരലലോഗ്രാം ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് ഈ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ള AMCD പാരലോഗ്രാം ആണോ എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ? പ്രൂവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യാറ്? പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഈക്വൽ ആൻഡ് പാരലൽ. അതുപോലെ ഈ 2 സൈഡുകൾ, ഈ പച്ച ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ള ഈ 2 സൈഡുകളും പാരലൽ ആൻഡ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഓറഞ്ചും പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രീനിൻ്റെ സെക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യം അതിനെന്ത് ചെയ്യണം? നമ്മൾ ഈ ഗ്രീനിൻ്റെ ഉള്ളിൽ തന്നെ ഇത് 2 ട്രയാങ്കിൾസ് കാണാം അല്ലേ? നിങ്ങൾക്ക് ADMും അതുപോലെ MCDയും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ ആദ്യം ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ 2 സൈഡുകൾ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സൈഡും ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ. ADയും MCയും അത് ഈക്വൽ ആണെന്ന് കിട്ടി, പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു പാരലലോഗ്രാം എന്ന് വിളിച്ചുകൂടെ? അതുപോലെ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ, ഇത് മൊത്തം AB എന്ന് പറയുന്ന ലൈൻ 6 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ AB എന്ന ലൈൻ 6 ആണെങ്കിൽ M അതിൻ്റെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഈ AM 3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം അല്ലേ? പകുതി ആയിരിക്കും 6ൻ്റെ, ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഇത് രണ്ടും പാരലലാണ്, ഈക്വൽ ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡുകൾ പാരലൽ ആണെന്നും ഈക്വൽ ആണെന്നും പറഞ്ഞാൽ മതി. അങ്ങനെ ഇത് രണ്ടും നമ്മൾ ഈ 2 ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അത് രണ്ടും ഈ AD എന്ന് പറയുന്നതും MC എന്ന് പറയുന്നതും ആ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് വരുമല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് ട്രയാങ്കിളാണ്? കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? AMD
ആൻഡ് ട്രയാങ്കിൾ എം സി ഡി. അതായത് AMD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഇപ്പുറത്ത് ഇത് MCD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും, അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇനി നോക്കൂ, ആ ട്രയാങ്കിളിൻ്റെ AM എന്ന് പറഞ്ഞ സൈഡും DC എന്ന് പറഞ്ഞ സൈഡും 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇതും മുകളിൽ കിടക്കുന്ന ഇതും. അപ്പോൾ നമുക്കത് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? DC is equal to AM equal to 3 സെൻറ്റിമീറ്റർ. അത് ഗിവൺ ആണ്, നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് അല്ലേ? നമ്മളത് എഴുതി. അടുത്തത് ഇത് നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിളിലും വരുന്ന കോമൺ സൈഡ് അല്ലേ DM? അപ്പോൾ നമുക്ക് DM is equal to DM എന്ന് എഴുതാം അല്ലേ? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കോമൺ സൈഡ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് ട്രയാങ്കിളുകളിലും വരുന്ന കോമൺ സൈഡാണ് ഇത്, ഈ DM. അപ്പോൾ DM is equal to DM. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് സൈഡ് കിട്ടി. ഇനി നോക്കിയേ, ഇതിനിടയിൽ കിടക്കുന്ന ഈ സൈഡും കിട്ടി, ഈ സൈഡും കിട്ടി. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ആംഗിളും ഈ സൈഡും അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് ഈക്വൽ ആണെന്ന്. അതിന് കിടക്കുന്ന ഇടയിൽ കിടക്കുന്ന ഈ ആംഗിളും അത് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഏത് റൂൾ എടുക്കാം? SAS റൂൾ എടുക്കാം അല്ലേ? അപ്പോൾ നമുക്കിതിൽ ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് DC പാരലൽ ടു AB ആണെന്ന്. അപ്പോൾ AB പാരലൽ ആണെങ്കിൽ AMഉം അതിലൊരു ചെറിയ ഭാഗമല്ലേ? അപ്പോൾ AMഉം DCയും പാരലൽ ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ലൈനല്ലേ ഈ DM. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആവില്ലേ? അപ്പോൾ നമുക്കിത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോൾ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ആംഗിളുകൾ എഴുതാം. ഈ ആംഗിളിനെ എങ്ങനെ എഴുതും? CDM. ആംഗിൾ CDM ഈക്വൽ ടു ഈ ആംഗിളിനെ എങ്ങനെ എഴുതും? ആംഗിൾ AMD ആർ ഈക്വൽ അല്ലേ? അതെങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ട് സൈഡുകളും ഒരു ആംഗിളും നമുക്ക് കിട്ടി. അപ്പോൾ അക്കോർഡിംഗ് ടു SAS റൂൾ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ആ ട്രയാങ്കിളുടെ പേരെന്താണ്? ട്രയാങ്കിൾ AMD ആൻഡ് ട്രയാങ്കിൾ MCD ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡ്, ആ ട്രയാങ്കിളുകളുടെ രണ്ട് സൈഡുകളല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ഇത്, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ഇത് രണ്ടും അല്ലേ നമുക്ക് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്, ഈക്വൽ ആണെന്ന്. അപ്പോൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കിപ്പോൾ അറിയാം അല്ലേ? ഇത് നോക്കിയേ, ഈ ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ സൈഡ് കിടക്കുന്ന, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത് കിടക്കുന്നത്? ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈഡ് AD ഈക്വൽ ടു സൈഡ് CM. എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു സെയിം ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. അതായത് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണ് അവർ. അപ്പോൾ അവർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടെ ഇതിൽ ചെയ്യണ്ടോ? ഇവർ ഈക്വലാണെന്ന് കിട്ടി, ഇനി ഇത് പാരലാണെന്നും കൂടെ കാണിക്കണം. ഇത് പാരലാണെന്ന് കാണിക്കാൻ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വലാണെന്ന് കാണിച്ചാൽ മതി, ഇതിൽ വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇപ്പോൾ നോക്കിയേ, ഈ ത്രീയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡല്ലേ, ആംഗിളല്ലേ ഇത്? ഈ M എന്ന് പറയുന്നത് ഈ ആംഗിളാ അല്ലേ? ഈ ആംഗിള്. അതുപോലെ ഈ 3യുടെ ഓപ്പോസിറ്റ് വരുന്നതല്ലേ ഈ ആംഗിള്, ഈ ADM എന്ന് പറയുന്നത്. ഈ 3യുടെ ഓപ്പോസിറ്റാണ് CMD. ഈ 3യുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ADM. അവർ ഈക്വൽ അല്ലേ? അവർ ഈക്വൽ ആണെന്ന്, കാരണം സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായാലും സെയിം ആയിരിക്കും അല്ലേ? ഇത് 3 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്ന ആംഗിൾ ഇത്. ഞാനിവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി X എന്ന് കൊടുക്കാം, ഈ X. അതുപോലെ ഈ 3യുടെ ഓപ്പോസിറ്റ് ഇവിടെ X, അതായത് സെയിം ആണ് ഇവർ അല്ലേ? കാരണം രണ്ട് സൈഡുകൾ 3 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ എന്തായാലും അവരുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കത് എഴുതി കൂടെ? അപ്പോൾ ആംഗിൾ, ഇതിനെന്ത് പേര് കൊടുക്കാം? CMD ഈക്വൽ ടു ആംഗിൾ, ഈ ആംഗിളിന് എന്ത് പേര് കൊടുക്കാം? ADM ആർ ഈക്വൽ. എന്താ അതിൻ്റെ റീസൺ? ആംഗിൾസ്
opposite to sides of equal triangles. അല്ലേ? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് സെയിം സൈഡുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന, അതായത് ഈ 3യുടെ ഓപ്പോസിറ്റ് ഇവിടെ, ഈ 3യുടെ ഓപ്പോസിറ്റ് ഇവിടെ. അപ്പോൾ അവർ ആ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്നും കിട്ടി, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചാൽ അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അപ്പോൾ ഇവരെന്ത് തന്നെയാണ്? ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഹെൻസ് അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈക്വലും ആണ്. അതിൻ്റെ ആ ലൈൻ, അതായത് ഈ ഡി സിനെയും എമ്മിനെയും കട്ട് ചെയ്യുന്ന ഈ ലൈനിൽ വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസുമാണ് അവർ, അല്ലേ? ഈ ലൈൻ മറ്റേ. അപ്പോൾ അങ്ങനെ വരുന്ന ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആണെങ്കിൽ ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഹെൻസ് AMCD ഈസ് എ പാരലലോഗ്രാം. ഓക്കെ. അപ്പോൾ അവർ ആദ്യം ചോദിച്ച AMCD പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ ഓറഞ്ച് കാണിച്ചിരിക്കുന്ന ഭാഗവും ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ അല്ലേ ഇതിൽ കൺസിഡർ ചെയ്ത്, ഈ ഗ്രീൻ്റെ ഉള്ളിലത്തെ. ഇനി ഈ ഓറഞ്ചിൻ്റെ ഉള്ളിലത്തെ ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഈ MBCDയും കൂടെ ഇതുപോലെ പാരലൽ എന്ന് പറയും. ഈ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ് അതിൽ വരിക. നിങ്ങൾ ഈ കോർണറും ഇതൊക്കെ എഴുതുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കിനി അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏത് ട്രയാങ്കിൾസ് ആയിരിക്കും? ഇത് രണ്ടും അല്ലേ? അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾസ് ഏതാണ്? ഇത് MBC ആൻഡ് ഇതിൻ്റെ പേരെന്താ? DCM അല്ലേ? DCM. ഇത് രണ്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതും ഈക്വൽ ആണെന്ന് എഴുതിക്കൂടെ? അതായത് DC ഈക്വൽ ടു MB ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ഗിവൺ അല്ലേ? അതുപോലെ നമ്മൾ അടുത്തത് ഇവിടുത്തെ കോമൺ സൈഡ് എടുത്ത പോലെ ഇവിടുത്തെ കോമൺ സൈഡ് ഏതാണ്? CM. രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡ് അല്ലേ CM ഇവിടുത്തെ? അപ്പോൾ CM ഈക്വൽ ടു CM എന്താണ്? കോമൺ സൈഡ്. ഇനി ഒരു ആംഗിൾ അല്ലേ കിട്ടണ്ടേ? ആംഗിൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇതിൽ നമ്മൾ ഇവിടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എടുത്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എടുക്കാം. ഏതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഇവിടെ നമ്മൾ എടുത്ത രണ്ട് സൈഡിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ നോക്കിയാൽ മതി. ഏത് സൈഡ് എടുത്ത്? ഈ സൈഡും ഈ സൈഡും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നത് ഈ ആംഗിൾ. ഇവിടെ ഈ സൈഡും ഈ സൈഡുമാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലേ? ഇവർ ഓൾട്ടർനേറ്റ് അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? ആംഗിൾ, ഈ ആംഗിളിൻ്റെ പേര് പറഞ്ഞേ, MCD ഈക്വൽ ടു, ഈ ആംഗിളിൻ്റെ പേരെന്താ? CMB. ആംഗിൾ CMB ആർ ഈക്വൽ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണല്ലേ? കാരണം ഇവർ ഓൾറെഡി പാരലലാന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ABയും CDയും അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ CM അല്ലേ? അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇവർ. അപ്പോൾ അത് ഈക്വൽ ആണെങ്കിൽ അവർ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലലും കൂടെ ആയിരിക്കും അല്ലേ? ഈ രണ്ട് ലൈൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇപ്പോൾ നമുക്ക് SAS റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? ദീസ് ടു ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ MBC ഈക്വൽ ടു ട്രയാങ്കിൾ DCM എന്ന് കിട്ടി. ഏത് റൂളാണ്? SAS. അതായത് നമുക്ക് രണ്ട് സൈഡുകൾ അല്ലേ? രണ്ട് സൈഡ് ഏതൊക്കെയാണ്? ഇതും അതുപോലെ ഈ കോമൺ സൈഡും പിന്നെ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ രണ്ട് ആംഗിളുകൾ ഈക്വലാന്ന് കിട്ടി. അങ്ങനെ നമുക്ക് SAS റൂൾ വഴി ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വലാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഈ രണ്ട് സൈഡുകളാണ് അല്ലേ? ഈ രണ്ട് സൈഡ് ഈക്വലാന്ന് പറയണം. ഈക്വലും പാരലലും ആണെന്നാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഇത് ഈക്വലും പാരലലാണെന്ന് നമ്മൾക്കിപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ഈക്വൽ ആണെന്ന് പറയും വേണം, പാരലലാണെന്ന് പറയും വേണം. അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണല്ലോ ഇവർ. ഓക്കെ. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് സൈഡാണ് ഇത് DM. അതുപോലെ ഈ സൈഡിൻ്റെ തന്നെ ഈ ആംഗിളിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം, ഇതും
ഇതും. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയ ആംഗിൾസ് MCD, CMD, CMB എന്ന് എഴുതിയില്ലേ, ആ ആംഗിൾസുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളാണ് ഏത്? DMഉം ഇതിൻ്റെ ഓപ്പോസിറ്റ് CBയും. അപ്പോൾ അവർ ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതെങ്ങനെ എഴുതും? കാരണം എന്താ? സെയിം ആംഗിളുകളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ ഈക്വലാണ്, ഇതും ഇതും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈഡ് DM ഇസ് ഈക്വൽ ടു സൈഡ് CB. എന്താ അതിൻ്റെ റീസൺ എഴുതേണ്ടത്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ? അപ്പോൾ അത് രണ്ടും ഈക്വലാന്ന് കിട്ടി. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? പാരലൽ ആണെന്ന് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം. പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യുക? പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കി, ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇത് അല്ലേ? അതുപോലെ ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇതും. ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആണെന്ന് പറഞ്ഞാൽ പോരെ? കാരണം ഈ രണ്ട് ലൈൻസിൻ്റെയും കട്ട് ചെയ്തിൽ പോണ ലൈനാണല്ലോ CM. അപ്പോൾ ഇതും ഓൾട്ടർനേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഏതാണ് ആംഗിൾ? ഒന്നിത് അല്ലേ, BCMഉം അതുപോലെ തന്നെ ഈ ആംഗിൾ ഇത് CMDയും. ആംഗിൾ CMD. എന്താണ് റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അവർ. അപ്പോൾ അത് ഈക്വലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് നിങ്ങൾ നോക്കി, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളല്ലേ ഇവർ. അപ്പോൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസും ആണ്. പിന്നെ ഇത് രണ്ടും എന്താണ്? ഈക്വൽ സൈഡുകളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുകയും, അപ്പോൾ അതിനെ കടന്നു പോകുന്ന ഈ ലൈനിൽ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ? അപ്പോൾ അതെന്താണ്? അത് പാരലലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സോ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഈ രണ്ട് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ രണ്ട് ലൈൻസ് ഈക്വലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിമും ആയാൽ ആ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു പാരലലോഗ്രാമാണ്. ഏതാണ്? MBCD is a parallelogram. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ 3 ട്രയാങ്കിളുകൾ AMD, MDC, MCB, ഈ ട്രയാങ്കിളുകളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ്. ഇവർ തന്നിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ DAM തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അതുപോലെ ഈ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആംഗിൾ CBM. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ആംഗിൾ DAM അല്ലേ? ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്, 40 ഡിഗ്രി. ഇനി ഈ ആംഗിളോ MBC, ആംഗിൾ MBC 60 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നല്ലേ? അപ്പോൾ ഇതൊരു പാരലോഗ്രാമാണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഈ ഗ്രീൻ ഷെയ്ഡ് ചെയ്തത്, അതായത് AMCD, അതിൽ ഇത് 40 അല്ലേ? ആംഗിൾ A40 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ കിടക്കുന്ന C ഇല്ലേ, അതായത് ആംഗിൾ DCM, അതെത്ര തന്നെയായിരിക്കും? 40 തന്നെയായിരിക്കും. കാരണം എന്താ? പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഓറഞ്ച് ഷെയ്ഡിൽ നമ്മൾ കൊടുത്ത പാരലോഗ്രാമാണെന്ന് പ്രൂവ് ചെയ്തില്ലേ? അതിൻ്റെ ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിളും 60 ആയിരിക്കില്ലേ? ഇത് 40 ആയതുകൊണ്ട് ഇത് 40 ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് 60 ആകുമ്പോൾ ഇത് 60 ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ D എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ആംഗിൾ MDC, അതും 60 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ഇത് 60 ആയിരിക്കും, അതായത് CDM. അപ്പോൾ അത് രണ്ടും കിട്ടി. ഇനി നോക്കിയേ, ഈ ഉള്ളിലത്തെ ട്രയാങ്കിൾ മാത്രം ഒന്ന് നോക്കിയേ. DCM നോക്കിയേ. 60, ഇത് 40. ഈ തേർഡ് ആംഗിൾ അപ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇത് മൂന്നും കൂടി കൂട്ടി എത്ര വരണം? 180 അല്ലേ? നമ്മൾക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. അതിൽ 2 ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 60ഉം 40ഉം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിൾ കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്താൽ പോരെ?
അതായത് 180 മൈനസ് ഇത് രണ്ടും കൂട്ടിയ നമ്പർ 60 പ്ലസ് 40 അല്ലേ. അപ്പോൾ 180 മൈനസ് നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും അല്ലേ. അതായത് 80. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3 ആംഗിളും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്കറിയാം ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിളാണ് ഏത്? ഈ ആംഗിളിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ ഇത്? നമ്മൾ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിളാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. ആംഗിൾ ഏതാണ്? MDAയും നമുക്ക് എന്ത് കിട്ടും? 80 ഡിഗ്രി. കാരണം അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അത് 80 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 80 എഴുതാലോ. ഇത് 80 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. കാരണം ഇത് 3ഉം കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ 80 40 കൂട്ടിയാൽ 120. അപ്പോൾ ഈ ആംഗിൾ 180 120 കുറച്ച് 60. അപ്പോൾ ഇതെത്ര കിട്ടി? നമുക്ക് 60 എന്ന് കിട്ടി. ഇനി അടുത്ത് ഈ സൈഡിൽ ഇത് 60 ആണെന്നറിയാം അല്ലേ. ഇത് 40 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ആംഗിൾ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലേ ഇത്. അപ്പോൾ ഇത് 40 ആയിരിക്കും അല്ലേ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം. അപ്പോൾ ഇത് 40 കിട്ടി, ഇത് 60 കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ആംഗിൾ, ഈ ആംഗിൾ BMC നമുക്ക് എന്ത് കിട്ടി? 40 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം. 60 40 ആഡ് ചെയ്യുമ്പോൾ 100. ബാക്കി 80 ആവാൻ 150 ആവാൻ 80 അല്ലേ. അപ്പോൾ ഇത് 80 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ആംഗിൾ BCM ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൽ ആംഗിൾസൊക്കെ കിട്ടുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ വരച്ചിട്ട് അതിൽ ആംഗിൾസ് മാത്രം നിങ്ങൾക്ക് എഴുതി കാണിക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. ഈ ഫിഗറിൽ ഇത് AB, ഇത് M ആണ്, ഇത് C, ഇത് D, ഇത് C ആണ് അല്ലേ. ഇത് മാത്രമാണ് നമുക്ക് തന്നിരുന്നത് 40ഉം ഇത് 60 എന്നാണ് തന്നിരുന്നത് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി ഇത് 40. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇതൊരു പാരലലോഗ്രാം ആയിട്ട് നമ്മൾ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ 40 ആയിരിക്കും. കാരണം പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ ഇതൊരു പാരലലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് എടുക്കുന്ന ഇതും 60 ആയിരിക്കും. അപ്പോൾ ഈ നടുക്കിലത്തെ ട്രയാങ്കിൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ DMC നമ്മൾ നോക്കുകയാണെങ്കിൽ 60ഉം കിട്ടി 40ഉം കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60ഉം 40ഉം കൂടെ കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കുക. കാരണം ഈ 3 ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണ്ടേ. അപ്പോൾ 60ഉം 40ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 100. അപ്പോൾ 180 100 കുറച്ചാൽ ബാക്കി 80 ഇവിടെ വരും. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്കറിയാം ഈ 80 ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇതും 80 ആയിരിക്കും അല്ലേ. ഇനി ഇത് 80 കിട്ടി, ഇത് 40 കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കിയേ. ഒരെണ്ണം 40, ഇത് 40, ഇത് 80. അപ്പോൾ ഇതെത്രയായിരിക്കും? 40 80ഉം കൂട്ടുമ്പോൾ 120. അപ്പോൾ 150 നിന്ന് ഇത് കൂട്ടിയ ആൻസർ 120 കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയുണ്ട്? 60. അതിവിടെ കിട്ടും. ഓക്കെ, ഇനി ഇത് നോക്കാം. ഇതിൻ്റെ ഈ 40 ഇല്ലേ, ഈ 40ൻ്റെ ഓൾട്ടർനേറ്റ് അല്ലേ ഈ ആംഗിൾ വരിക. അപ്പോൾ ഇതും 40 ആയിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണ്. ഇനി മൂന്നാമത്തെ ഈ സൈഡല്ലേ നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് 180 എന്ന് കുറച്ചാൽ പോരെ. 60ഉം 40ഉം കൂട്ടുമ്പോൾ 100. 150 നിന്ന് ഈ 100 കുറയ്ക്കുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 80 കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. ഇനി ഇത് ഓരോ ആംഗിളായിട്ട് നിങ്ങൾ എടുത്ത് എഴുതിയാലും മതി. ഇവിടെ ഞാൻ എല്ലാ ആംഗിളും എഴുതിയിട്ടുണ്ട്. അതുപോലെ എഴുതിയാൽ മതി. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ ഒന്നും കൂടെ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈസിയാണ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.